ഹായ്, ഇപ്പൊ സമയം 5:35. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്യാട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. 5 മണിക്ക് അലാറം വെച്ചിട്ട് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങി. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് കയറുവാണ്. ഇന്ന് ബാക്ക് ടു സ്കൂളാണ്. മക്കളിന്ന് സ്കൂളിലേക്ക് പോവുക. അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആട്ടോ. 2 മാസത്തെ റെസ്റ്റിന് ശേഷമാണ്. ഞാനും നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തു. ഇനി അത് പറ്റില്ലല്ലോ, രാവിലെ തന്നെ കിച്ചണിൽ കയറണമല്ലോ. അതിന്റെ പരിപാടിയാട്ടോ. റൈസ് കുക്കറിലിരുന്ന ചോറെടുത്ത് തിളപ്പിക്കാൻ വെച്ചു, കുടിവെള്ളം വെച്ചു. അങ്ങനെ ഓരോരോ പരിപാടി തുടങ്ങുക കേട്ടോ. അപ്പം നേരം നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയി പോയല്ലോ. വൻപയർ ഇന്നലെ ഞാൻ കുതിരാനിട്ടായിരുന്നു. അത് വേവിക്കാൻ വേണ്ടി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ബീഫ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, മോരും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ പണി എളുപ്പമാണല്ലോ, അതിന് തലേ ദിവസം തന്നെ ചെയ്തു വെക്കും കേട്ടോ. അപ്പോൾ പതുക്കെ പതുക്കെ പരിപാടി സ്പീഡപ്പ് ആക്കുവാണ്. ഈ പ്രാവശ്യം തൊട്ട് പിള്ളേർക്ക് 8:50 ഫസ്റ്റ് ബെല്ലടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 9:15 ഈ പ്രാവശ്യം അവർ കുറച്ചുകൂടെ സമയം കുറച്ചു. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോണം. അതിനുള്ള പരിപാടി നോക്കുവാണ്. അപ്പൊ എല്ലാം ചെറപറാന്ന് ചെയ്യണം. ഞാൻ ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 മാസം ആയുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പലരുടെയും വീഡിയോസുകളും കല്യാണിയുടെ ഒക്കെ വീഡിയോ ഒക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാ കേട്ടോ. ഇതിനോടുള്ളൊരു ഇഷ്ടം കൂട്ട് തുടങ്ങിയതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെയാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഫോൺ വെച്ചിട്ടാണ്. അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ പരിപാടിയൊക്കെ ഞാനൊന്ന് സ്പീഡപ്പ് ആക്കുവാണ്. അപ്പോഴത്തേക്ക് ഏകദേശം പരിപാടിയൊക്കെ ഓക്കെ ആയി. പിള്ളേരെ ഞാനൊന്ന് വിളിക്കാൻ വേണ്ടി പോയതാണ്. അതാണ് കുറച്ച് ഗ്യാപ്പ് വന്ന്. പിന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കുവാണ്. കാരണം ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചില്ലെങ്കിൽ ജലദോഷമോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവും. സ്കൂള് തുറന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ചായയായി. ചായ ഞാൻ 5-6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് അടിക്കും കേട്ടോ. അങ്ങനെ അടിച്ചു കുടിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം. അപ്പോഴത്തേക്കും ചായയുമായി. പിള്ളേർ എഴുന്നേറ്റ് വരുന്ന സമയമാകുമ്പോഴേ ഞാൻ ചായ ഇട്ട് വെക്കത്തുള്ളേ. അല്ലെ അവർക്ക് ചൂടില്ല എന്നും പറഞ്ഞ് അവര് കുടിക്കില്ല. ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചാൽ ആ ടേസ്റ്റ് ഇഷ്ടമല്ല. അതാകുമ്പോ അവര് വരുമ്പോ ചായ കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ ദൈവം ഒരു കപ്പ് ചായ എടുത്ത് ഒരു കുഞ്ഞു ബിസ്ക്കറ്റ് എടുത്ത് പൊട്ടിക്കാനുള്ള ശ്രമമാണ്. പൊട്ടിച്ചു മുക്കി കഴിക്കുക കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറ്റിലൊരു ആന്തലാണ്. 2 ബിസ്ക്കറ്റും ഒരു കപ്പ് കാപ്പിയും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ പരിപാടികളെല്ലാം ഒന്നുകൂടെ സ്പീഡപ്പ് ആക്കുവാണ്. അപ്പൊ ബീഫ് കറി ഏകദേശം ആകാനായി. അപ്പൊ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തി ഇടുക കേട്ടോ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബീഫ് കറിയാട്ടോ. അതുകൂടെ കഴിഞ്ഞാല് പരിപാടി തീരും. പിന്നെ എനിക്കും കൂടെ റെഡി ആവണം. ഇന്ന് പാരന്റ്സും കൂടെ ചെല്ലണം. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് പ്രവേശനോത്സവം അങ്ങനെ എന്തൊക്കെയോ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. 1-2 മണിക്കൂർ നമ്മളും കൂടെ അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കൂടെ ചുട്ട് പിള്ളേർക്ക് കൊടുക്കണമല്ലോ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും വരേണ്ട പിള്ളേരാണ്. ഇപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് 2 പേരും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് 2 പേരെ റെഡിയാക്കിയേ. ഇതാണ് എൻ്റെ മോന്. അവന് രാവിലെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട്, എന്നാലും ആളെ റെഡിയായി കേട്ടോ. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചാൽ ആൾക്ക് ഇഷ്ടമേ അല്ല. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞ് നിന്ന് തന്നു കേട്ടോ. അപ്പൊ ലഞ്ചൊക്കെ ആയി കേട്ടോ. ഇതാണ് സ്നാക്സും ലഞ്ചും ഒക്കെ. മോൾ ഇന്ന് മാങ്ങയാണ് കൊണ്ടുപോകുന്നത്, മോന് ബിസ്ക്കറ്റ്. അവന് മാങ്ങയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ലഞ്ചാണ് ഇത്. അതൊക്കെ എത്തി. മക്കൾ 2 പേരും റെഡിയായി. അവരുടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനും പെട്ടെന്നൊന്ന് റെഡിയായി. മഴ കാരണം സ്കൂട്ടറിൽ പോകാൻ പറ്റിയില്ല. പപ്പയുടെ കൂടെ കാറിലാണ് പോകുന്നത്. അപ്പൊ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവുക കേട്ടോ. അപ്പൊ മോന് അവൻ കരയുമോന്ന് എനിക്കൊരു പേടിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ആ ഒരു ടെൻഷനിലാണ് ഞാൻ പോകുന്നത്. സ്കൂളെത്തി. 2 പേരും ക്ലാസ്സിലേക്കൊക്കെ പോയി.
അപ്പൊ ഒത്തിരി മഴയായതുകൊണ്ട് വലിയ പരിപാടികളൊന്നും നടത്തില്ല. ചെറുതായിട്ട് അസംബ്ലി ഒക്കെ കഴിഞ്ഞു പിള്ളേരെല്ലാം ക്ലാസ്സിലേക്ക് പോയി. എൻ്റെ മോനാണ് ഞാൻ നിൽക്കണേ, അവനാണ് 2 പോക്കറ്റിലും കൈയിട്ടിട്ട് നിൽക്കണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ കൊണ്ടുപോയി ഡ്രൈവിംഗ് പഠിക്കാൻ വിട്ടു. ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് ഒരു ഗ്യാപ്പ് ആയിപ്പോയി. വീണ്ടും ഒന്ന് ഓടിച്ച് പഠിക്കാൻ പോവാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ സമയമാണ്. ഇപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.